ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഓൺലൈനിൽ മേടിച്ച കേട്ടോ നമ്മുടെ കാറിൻ്റെ ഇടാൻ വേണ്ടി സ്വിഫ്റ്റ് ഡിസയർ നമ്മുടെ വണ്ടിക്ക് ഇടാൻ വേണ്ടി ഒരു കൊട്ട മേടിച്ചതാണ്. നമ്മൾ അക്സസറീസ് കടകളിലും എല്ലാം ചെന്ന് ചോദിച്ചപ്പം അതിൻ്റെ വില 3500 പറഞ്ഞത്. നമുക്ക് ഓൺലൈനിൽ നിന്ന് 1600 രൂപയ്ക്ക് കിട്ടി കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് 3-4 ദിവസം എടുത്തു വരാൻ. വന്നു, ഇതാ സാധനം. കണ്ടിട്ട് കുഴപ്പമില്ല. ഇത് ഫ്രണ്ടിലെ കാണാൻ കുഴപ്പമില്ല കേട്ടോ. ഇത് ഒട്ടില്ല കേട്ടോ. ഇത് ഫ്രണ്ട് ചവിട്ടുന്ന കേട്ടോ. കൊള്ളാം. ഇത് റബ്ബറാ, നല്ല രസമുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വരും. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഇട്ട് കാണിക്കാം. വണ്ടി നമ്മൾ അവിടെ കയറ്റിയിട്ടേക്കുക. ഡോറ് തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്ന് മുന്നോട്ട് എടുത്തിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് കിടന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സാധാ മാറ്റം. നമുക്ക് കാണാൻ പറ്റും. വെട്ടം കുറവാണ്. ഈ മാറ്റം അല്ല, ഈ മാറ്റം കിടന്നത്. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചവിട്ടിയാലുടനെ ഇത് അങ്ങ് തെന്നിപ്പോവും. ഫ്രണ്ടിലത്തെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കും. ഈ ബാഗ് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ നടുക്കൊന്നും ഇവിടെ അങ്ങും ഇല്ലാത്തതുകൊണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതിങ്ങനെ തെന്നി ആൾക്കാർ കയറുമ്പോൾ ചവിട്ടിക്കന്നെ തെന്നി ഈ സീറ്റിൻ്റെ അടിയിലോട്ട് പോകും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അന്ന് നമ്മൾ വണ്ടി എടുത്തപ്പം നമുക്ക് എല്ലാം കൂടെ ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വണ്ടി എടുക്കുമ്പം മിക്കവാറും എല്ലാവർക്കും അറിയാം, നമ്മൾ അന്നേരം ചിലവ് കുറയ്ക്കാൻ നോക്കത്തേ ഉള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ ഇത്രയും ചിന്തിച്ചുമില്ല ആ ഒരു സാധനം. അപ്പോൾ നമ്മൾ ആ ചിലവ് കുറഞ്ഞത് എടുത്ത് മേടിച്ച് ഇട്ടത്. പിന്നെ എന്നാൽ രണ്ടാമത് ഒന്ന് ചെന്നിടാൻ നോക്കിയപ്പം എവിടെ ചെന്നിട്ട് എല്ലാത്തിനും ഒരു കൊട്ട മേടിക്കുന്നതിന് ഭയങ്കര വിലയാണ് പറയുന്നത്. 3000 രൂപ തൊട്ട് മേലോട്ടാണ് പറയുന്നത്. അങ്ങനെ 3000 തൊട്ട് മേലോട്ട് പറഞ്ഞപ്പം ഞാനും ഇത് വേറൊരു വണ്ടിയാണ് കിടക്കുന്നുണ്ട്. ഞാൻ ഈയിടെ വണ്ടി വാഷ് ചെയ്യാൻ ചെന്നപ്പോൾ വേറൊരു വണ്ടിയിൽ ഇതുപോലെ എടുത്തിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ ഇത് മേടിക്കുന്നത്. സെയിം അവർ കാണിച്ച 1600 രൂപ ഉള്ളൂ. അത് അപ്പം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. അങ്ങനെയാണ് നമ്മളിത് മേടിച്ചത്. ഇത് ഞാൻ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ ഫ്രണ്ടിലാണെങ്കിൽ ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ പഴയത്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഇടാന്നുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചിന്തിക്കുന്നത്. അകത്ത് വരും ഉണ്ട്, കാണാമല്ലോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതകത്തോട്ട് വെക്കാം. ഇപ്പോൾ അല്ലല്ലേ, വണ്ടിക്കകത്ത് മൊത്തം ചെളിയാവുന്നതാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ പഴയത് എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടെ അതിൻ്റെ മേളിൽ ഇടാന്നുള്ളൊരു സെറ്റപ്പ് ആണോ. ഇങ്ങനെ ഇങ്ങനെ കയറിയാൽ ഇങ്ങനെ കിടന്നു നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കിഴുത്തൊക്കെ ഉണ്ട്. അതുവഴി ഇതങ്ങോട്ട് കയറ്റിയിടുക. കയറ്റിയിട്ട് കറക്റ്റായിട്ട് കണ്ടോ ഈ സൈഡിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിടന്നോളും കണ്ടോ. ഒരു കുഴപ്പമില്ല. നമ്മൾ രണ്ട് സൈഡിലും ഇടുക കേട്ടോ. ലുക്കായില്ലേ. പഴയത് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. ഓക്കെ, ഇനി ബാക്കിലൂടെ നമ്മൾ ഇടുന്നതായിരിക്കും. ബാക്കിലെ എന്ന് വെച്ചാൽ നീളത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് പ്രയോജനം. ബാക്കിലെ മെയിനായിട്ട് നമുക്ക് ഫ്രണ്ടിലെ പിന്നെ എങ്ങനെയായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബാക്കിലെ ചവിട്ടുന്നത് ഇതാണ്. ചവിട്ടുന്നവർ ചവിട്ടുമ്പോൾ അകത്തോട്ട് അങ്ങ് പോവും, ഫ്രണ്ടിലോട്ടെ അങ്ങ് പോവും. ഇത് നമുക്കെടുക്കാം. ഇത് അങ്ങ് മാറ്റാം. ഇതൊക്കെ ഇനി കറക്റ്റാണോ എന്ന് ആർക്കറിയാം അല്ലേ ചേഞ്ചില്ലേ. എന്തായാലും ഇട്ട് നോക്കാം അല്ലേ. സൈഡിലൂടെ ഇരിക്കുമ്പം നമ്മൾ ഇതിടുന്ന ഇച്ചിരി ടാസ്ക് ആണ്. ഇതെവിടെയെങ്കിൽ ഇതിങ്ങനെ വളമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, കറക്റ്റ് ഫിറ്റ് ആകട്ടെ.
ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ബാക്കിലത്തെ അങ്ങനെ ഇട്ട് ഉണ്ടോ, ഈ ഒരു സെറ്റപ്പിൽ കിടക്കും കേട്ടോ. നമ്മളതിൻ്റെ മേളിൽ ആ പഴയ ഇതെടുത്ത് അങ്ങോട്ട് കേട്ടോ, പഴയതുള്ളതുകൊണ്ട് അതിൻ്റെ മേളിൽ ഇട്ടപ്പം അതും ഇതിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ തെന്നിപ്പോകത്തില്ല. ഇതൊരെണ്ണം ഉണ്ട്, അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും നമ്മളതിൻ്റെ മേളിൽ അങ്ങ് ഇട്ടു, പെട്ടെന്ന് എടുത്ത് കുടയാനുള്ള എളുപ്പത്തിലാണ്. ഫ്രണ്ടിലെ ഇതല്ല ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ചവിട്ടി കഴിയുമ്പം ഏകദേശം ഒരേപോലെ ആവും. കയറി ഇറങ്ങാൻ ചവിട്ടുമൊക്കെ ചെയ്യുമ്പം ഇച്ചിരി ഇതിപ്പോൾ പുതിയതല്ലേ, ഇച്ചിരി കൂടെ പടുവൊക്കെ കിട്ടിക്കോളും, കുഴപ്പമില്ല. മറ്റേ അപ്പം പഴയ ഇതുകൂടി ഇട്ടിട്ട് ഞാൻ കാണിക്കാം. അതിൻ്റെ മേളിലിടും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ ബാഗിൽ അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ പഴയ മാറ്റോടെ എടുത്ത് അതിനകത്തോട്ട് ഇട്ടു കേട്ടോ. ഇപ്പം നല്ലൊരു ലുക്കായില്ലേ വണ്ടി. ഇത്രയും ഹൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. എന്തായാലും ഒന്ന് ഉപയോഗിച്ചു നോക്കണം. പിന്നെ നിങ്ങളുടെ വണ്ടിയിലാണ് ഒട്ടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിക്കുന്ന ഇതൊക്കെ ഉണ്ട്, എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ. ഇത് അകത്തോട്ട് കയറ്റി വെച്ച് നമ്മളിപ്പോൾ ചുമ്മാ ഇട്ടിട്ടേ ഉള്ളൂ. ഇതെല്ലാം അകത്തോട്ട് കയറ്റി വെച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ കറക്റ്റിൽ അവർ അനങ്ങാതെ ഇരുന്നോളൂ കേട്ടോ, ഒന്നും അറിയണ്ട. നമ്മൾ ഈ അടിയിലത്തെ ഇതുണ്ട്, ഈ മാറ്റ് പോലും അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒട്ടിക്കാനുള്ള സെറ്റപ്പ് ഇതാ വെച്ച് കഴിഞ്ഞാൽ ഫുൾ കവറായിട്ടാണ് വന്നേക്കുന്നത്. ഒട്ടിച്ചേ വെച്ചാൽ മതി. ആരും മേടിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ഒന്നുമല്ല നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. നമുക്ക് കിട്ടിയൊരു ഇത് വേറൊരാളുടെ വണ്ടിയെ കണ്ടപ്പോൾ നമ്മളത് മേടിച്ചു. അത് നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ആർക്കേലും ഉപകാരമാവുന്നെങ്കിൽ ആവട്ടെ. കാരണം ഒരുപാട് നമ്മൾ ഈ ടാക്സി വണ്ടി ആയതുകൊണ്ട് ഒരുപാട് പേര് വണ്ടി കയറുന്നവർക്ക് ഒരുപാട് പേര് ഇങ്ങനെ കാല് തന്നെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് കൊട്ട പോലത്തെ മാറ്റിന് കടകളിലൊക്കെ ഓരോരുത്തരോട് നമ്മൾ വണ്ടിയെ പ്രൈവറ്റ് വണ്ടിയിലൊക്കെ പോയപ്പം അവർക്ക് മേടിക്കാൻ വില ചോദിക്കുമ്പോൾ ഭയങ്കര വില പറയുന്നത്. അപ്പം നമ്മളും നമ്മുടെ വണ്ടിക്ക് ഇടുന്നത് ഇതുപോലെ വില ചോദിച്ചിട്ടുണ്ട്, ഭയങ്കര വില. അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങളുടെ വണ്ടിയുടെ ഏത് വണ്ടിയാണെന്നൊക്കെ ഇത് മെൻഷൻ ചെയ്ത് വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ. അല്ലാതെ സ്വിഫ്റ്റിൻ്റെ വണ്ടിക്ക് ഇടുന്നതിന് ഓൾട്ടോടെ മേടിച്ചിട്ടാലൊന്നും ചിലപ്പോൾ റെഡിയായെന്ന് വരത്തില്ല. സ്വിഫ്റ്റ് ഡിസയറിന് തന്നെ കൊടുക്കണം, സ്വിഫ്റ്റ് കൊടുക്കാതെ സ്വിഫ്റ്റ് ഡിസയറിന് തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.